ശ്രീമതി സോണിയ മൽഹാർ, കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരും എന്നാണ് അങ്ങ് പറഞ്ഞത് എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്, ഈ കാര്യം ഇത്തരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ കൂടുതൽ ആളുകൾ പരാതിയുമായി വരും, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനുള്ള സമ്മർദ്ദം കൂടി ഉണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. നമ്മൾ ചിലവരൊക്കെ ഇങ്ങനെ പേടിച്ചായിരിക്കും. ഈ 2 days ആയിട്ട് നമ്മുടെ എല്ലാ ചാനലുകളിലും ഇത്തരം വാർത്തകൾ വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഉറക്കം കെട്ടിട്ടുണ്ടാവും. നാളെ എൻ്റെ പേര് വരുമോ. നേരത്തെ മുമ്പ് സരിത മാം വന്ന സമയത്ത് ഇങ്ങനെ ഓരോ ആൾക്കാരും പേര് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടി ഉണ്ടായിരുന്നല്ലോ ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാർക്കൊക്കെ. അതേ ഒരു അവസ്ഥയാണ്. അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റൂല. ഇത് വിത്ത് എവിഡൻസ് ആണ് ഓരോ കുട്ടികൾ വന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും. ഈ അന്വേഷണ കമ്മീഷന് മുൻപാകെ മൊഴി കൊടുക്കുമോ? അതെ, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പം ഒരുപാട് ആളുകൾ സെക്ഷലി അബ്യൂസ് ചെയ്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. അതിൽ എത്രത്തോളം ആളുകൾ മുന്നോട്ട് വരും എന്നുള്ളത് നിങ്ങൾ ഒരു കംഫർട്ട് സോൺ അവർക്ക് വന്ന് പറയാൻ, ഇപ്പോൾ വേർബലിയും കൂടെ റേപ്പ് ചെയ്യപ്പെടാത്തൊരവസ്ഥയിലേക്ക് അവരെ കംഫർട്ടായിട്ട് നിർത്തുവാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഒന്ന് ഓപ്പണപ്പായി പറയാൻ പറ്റും. ഇപ്പോഴത്തെ ഒരു കേരളത്തിൻ്റെ അവസ്ഥ വെച്ചിട്ട് എത്രത്തോളം ഓപ്പണപ്പ് ആവുമെന്ന് അറിയത്തില്ല. ഒരുപാട് ആളുകൾ ഇതിൽ ഇൻവോൾവ് ആണ്. അവരൊക്കെ സൈലൻ്റായിട്ട് ഇതൊന്നും അറിയാത്ത പോലെ പറയുന്നതാണ്. ഈവൻ മേക്കപ്പ് അസിസ്റ്റൻ്റ് തൊട്ട് പ്രൊഡ്യൂസർ വരെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റുണ്ട്. അത് എല്ലാ മേഖലയിലും ഉള്ളവർക്ക് ബാധകമാണ്. ഏത് തരത്തിൽ ഷോർട്ട് മൂവി ഉണ്ട്, നാടകമുണ്ട്, മിമിക്രി ഉണ്ട്, സിനിമ ഉണ്ട്, ഷോർട്ട് മൂവീസ് ഉണ്ട്, ആർട്ട് പടങ്ങളുണ്ട്, അല്ലാത്ത സിനിമകളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരു വിഭാഗം, ഇപ്പോൾ നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ ഒരിക്കലും മൊത്തത്തിലുള്ള ആരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല. പല തരത്തിലുള്ള കൃമികൾ ഇതിനകത്തുണ്ട്. ആ കൃമികളൊക്കെ തൂക്കി പുറത്താക്കാൻ ആർജവമുള്ള സർക്കാരും നിയമ സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ നടക്കണം. അത് ഇനിയെങ്കിലും ഇതൊക്കെ ഒഴിവാക്കി വെച്ചാൽ ഏറ്റവും നന്നായിരിക്കും. കാരണം ഇത്രയും അധപ്പതിച്ച ഒരു കേരളം, ഇതുവരെ കാണാത്തൊരു കേരളവും ഒരു കലാമേഖലയുമാണ് ഇപ്പോൾ മലയാളി മനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ നിന്നങ്ങ് വീണു തുടങ്ങിയപ്പോൾ വീഴുന്നത് ആരൊക്കെ എന്നത് വലിയ അമ്പരപ്പോടു കൂടിയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.